അവിടെ ബാക്കിൽ ഓട്ടോ കിടപ്പുണ്ട്. ആ ഓട്ടോ തിരുവനന്തപുരത്ത് നിന്ന് ഓട്ടോ ആണ്. അവർ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസം തൊട്ട് പിറ്റേ ദിവസം രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി അവിടുന്ന് ഓട്ടോയിലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നവരാണ്. എവിടെയാ അബാ ഇവിടെ ഇത് ആ ഉരുൾപൊട്ടലുണ്ടായ ദിവസം പിറ്റേ ദിവസം ഓട്ടോ എടുത്ത് വന്നതാണ്. പേരെങ്ങനെയാ? ഹൈദരാലി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് അല്ലേ? ഇവിടെ അവിടുന്ന് ഇവിടെ വന്നു. ഇവിടെ രക്ഷാദൗത്യത്തിന് ഇറങ്ങി. അവിടെ നിന്നാണ് ഒരു കാല് കമ്പി കൊണ്ട് കീറി പരിക്കേറ്റ. ഇപ്പോ ഇവിടെ വിംസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പൊ ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഓട്ടോയിൽ പോവാൻ അങ്ങോട്ട് പോവാ അല്ലേ? രാവിലെ പോകണു, രാത്രി പോകണ്ടെന്ന് പറഞ്ഞ സഹപ്രവർത്തകർ പോകണ്ടെന്ന്. ഇവിടെ എന്ത് എടുത്ത് പറയേണ്ട ഒരു കുഞ്ഞുണ്ട്, അവധിക എന്ന് പറയുന്നത് 8 വയസ്സ് പൊന്നുമോള്. അച്ഛനും അമ്മയും എല്ലാവരും നഷ്ടപ്പെട്ട് കുഞ്ഞിന്. ആ കുഞ്ഞിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ആ കുഞ്ഞിനോ അതേ ഉള്ളൂ എനിക്ക് പറയാം. എനിക്ക് പറ്റിയത് കുഴപ്പമില്ല. കുഞ്ഞുമോള് അവിടെ ഉണ്ട്. കണ്ടത് ഉമ്മയെല്ലാം തന്നിട്ടാണ് കുഞ്ഞു നമ്മളെ വിട്ടത്. അത്രയും സ്നേഹമായിരുന്നു കുഞ്ഞുമോള്. ഇടയ്ക്ക് ആരോ ഒന്ന് പറഞ്ഞപ്പോൾ അമ്മയെല്ലാം അച്ഛൻ കുഞ്ഞ് ഇടയ്ക്ക് കരഞ്ഞ് നമ്മളെല്ലാവരും സമാധാനപ്പെടുത്തി. കുഞ്ഞിട്ട് കുറെ അനുഭവങ്ങളോടെ ഇവിടുന്ന് പോകുന്നത് വല്ലാത്ത അനുഭവം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ നമ്മൾ അത്ര സ്നേഹിച്ച് ആഹാരം ഇപ്പോൾ എൻ്റെ സൗഹൃദവും മരുന്ന് വാങ്ങുമ്പോൾ ആഹാരം വരെ വാഴ്ത്തും. ഇവിടുത്തെ ജനങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ജനങ്ങളാണ് വയനാടുള്ള. ഇതിൽ 2-3 ബോഡിയൊക്കെ എടുത്തു രക്ഷാപ്രവർത്തനം നടത്തി. കാശ്മീർ ചൊവ്വാഴ്ച നേരം പുലരുമ്പോൾ നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ഒഫീഷ്യൽ ഗ്രൂപ്പിലെ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം മെസ്സേജുകളാണ് നമ്മൾ കാണുന്നത്. ഈ സംഭവ സ്ഥലത്ത് അടിയന്തരമായി എത്തിച്ചേരണമെന്നുള്ളത്. തിരുവനന്തപുരത്തിൻ്റെ MP ഡോക്ടർ ശശി തരൂരിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. അതുപോലെ തന്നെ അനന്തപുരിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ അനന്തപുരിയുടെ സമരനായകൻ ജില്ലാ പ്രസിഡന്റ് നേമൻ ഷജീർ, അദ്ദേഹം നമ്മളെ വിളിച്ച് അടിയന്തരമായി, നമ്മൾ ഒരുമിച്ചൊന്നും പോകാൻ നിൽക്കേണ്ട, അടിയന്തരമായി നമ്മളെ കഴിയുന്നവർ രക്ഷാപ്രവർത്തനത്തിന് വയനാട് എത്തിച്ചേരണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അമലിൻ്റെ നേതൃത്വത്തിൽ വിംസ് ഹോസ്പിറ്റൽ ഇത് അന്ന് ഉച്ചയ്ക്കാണ് ഞങ്ങൾ ചൊവ്വാഴ്ച ഓട്ടോറിക്ഷയിൽ തിരുവനന്തപുരത്ത് 11 മണിക്ക് ചൊവ്വാഴ്ച ഞങ്ങൾ അവിടെ തിരിച്ചു സ്റ്റാർട്ട് ചെയ്ത്. ബുധനാഴ്ച പുലർച്ചെ 5:30 മണിയായപ്പോൾ നമ്മൾ മേപ്പാടി ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. മേപ്പാടിയിൽ നിന്ന് അപ്പം തന്നെ നമ്മൾ അക്കരയ്ക്ക് മുണ്ടക്കൈക്ക് അപ്പുറത്തെത്തിയിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അപ്പോഴേ ഹൈദരലിയുടെ കാലിൽ ഒരു കമ്പി തുളച്ച് കയറി. അപ്പോൾ തന്നെ വിംസ് ഒരു ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി വിംസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? ഇവിടെ വന്നപ്പോൾ കണ്ടത് നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയ്ക്കും അവസ്ഥ. നമ്മളെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു അവസ്ഥ. പക്ഷെ പതറാതെ നമ്മൾ അത് നേരിട്ട് അതുപോലെ തന്നെ അധികാരികളോട് ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറേ ലോക്കൽസ് വന്ന് കൂടത്തിനായി അടിച്ചു പൊട്ടിക്കുന്നു, കോൺക്രീറ്റ് ഇത് വലിയ പ്ലെയർ വെച്ച് കട്ട് ചെയ്യുന്നു, റോപ്പ് കൊടുത്ത് വലിച്ചു മാറ്റുന്നു. അപ്പോൾ ഞാൻ ചില അധികാരികളോടൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കോവളം ബേക്കൽ ജലപാതയൊക്കെ കനാൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റേഷൻ കടയിലൊക്കെ മണ്ണെണ്ണപ്പാട്ട ഒരു 10-30-50 പാട്ട ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഹിറ്റാച്ചിയും JCB പോലുള്ള ഉപകരണങ്ങൾ വെച്ച് നമ്മൾ കനാലൊക്കെ വൃത്തിയാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ അവിടെ ആ സമയത്ത് കാണുന്ന ചില അധികാരികളോട് ഞാൻ പറയുന്നുണ്ട്, സാർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്കത് ട്രൈ ചെയ്തുകൂടെ? എങ്കിൽ നമുക്ക് ക്രെയിനും നമ്മൾ ഈ ആദ്യത്തെ 2-3 ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ്, കായികപരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെയിലി പാലം പോലുള്ള മറ്റ് സംവിധാനങ്ങൾ വെച്ചിട്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് നമ്മുടെ എല്ലാം ഒരു വീഴ്ചയാണ്. ഈ സമയത്ത് നമ്മളതൊരു ബോഡി നിങ്ങൾ കണ്ടെടുത്തു. നമ്മളൊരു 3-4 ബോഡി അവിടെ നിന്ന് നമ്മൾ ഹൈദരലിക്ക് ഈ പറഞ്ഞ മുണ്ടക്കൈയുടെ ആ ഒരു പള്ളിയുടെ പുറകിൽ കുഴിയിൽ ഒരു സുദേവൻ ചേട്ടൻ്റെ വീട് അടിച്ചു പൊളിക്കുമ്പോഴാണ് ഹൈദരലിക്ക് അപകടം പറ്റി. ഒരു 3 മണിയോടെ നിങ്ങൾ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു ആ സമയത്ത് അല്ലേ? അതിന് ഇപ്പൊ ഞങ്ങളുടെ സ്റ്റുഡിയോയിലായിരുന്നു ആ സമയത്ത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊക്കെ അവസ്ഥ ഭീകരമായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ വളരെ വിഷമവും സങ്കടകരവും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത. ഇതിനു മുമ്പ് പല രക്ഷാപ്രവർത്തനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കടലിലൊക്കെ ഇറങ്ങി ഡെഡ് ബോഡിയൊക്കെ എടുത്തിട്ടുണ്ട്. കോവളം ഈ മുതലപ്പൊഴിയിലൊക്കെ വരുന്ന കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ അവർ എന്നെ വിളിക്കാറുണ്ട്. ഞങ്ങൾ പോയി പല രക്ഷാപ്രവർത്തനം ചെയ്യാറുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ അല്ലേ, ഒരു 350 അച്ഛനും അമ്മയും എല്ലാവരും ഇഷ്ടപ്പെട്ട മക്കൾ, ഈ പറയുന്ന 8 വയസ്സ് അവന്തിക, അങ്ങനെ
അങ്ങനെ മരണത്തിനപ്പുറം ജീവിച്ചിരിക്കുന്നതിൽ തന്നെ പരമമായ സങ്കടങ്ങൾ വേദനകൾ കാണേണ്ടി പോകുന്ന അപകടമാണ്. അവന്തികയുടെ കാര്യമാണ് ഏറ്റവും മനസ്സലിപ്പിക്കുന്നത്. 8 വയസ്സായി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ഒരു 3-4 ദിവസം വരെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ടോയ്സ് ഒക്കെ കൊടുത്ത് മുട്ടായിയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചു. അപ്പോൾ കുഞ്ഞ് ചോദിക്കും അച്ഛനെവിടെ അമ്മയുടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ അപ്പുറത്ത് ക്യാമ്പിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുവിധം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും ഈ കുഞ്ഞിനെ കാണാൻ വരുമ്പോഴത്തേക്കും പല കുഞ്ഞ് സ്വയം മനസ്സിലാക്കി എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു എന്നുള്ള സ്വയം തിരിച്ചറിവ് കുഞ്ഞിനുണ്ടായി. പിന്നെ കുഞ്ഞും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയി ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു മോളെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് യാത്ര ചോദിക്കുമ്പോൾ ആ കുഞ്ഞു മോളോട് പോയി യാത്ര ചോദിക്കുമ്പോൾ ആ മോള് പറയുന്നു പോകണ്ട ചേട്ടാ പോകണ്ട എന്ന് പറയുന്നു. അത് വളരെ വിഷമം. അപ്പോൾ മോള് വിഷമിക്കേണ്ട, ഞങ്ങൾ തിരിച്ചു വരും, തീർച്ചയായിട്ടും വരും എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇന്ന് രാത്രി പോകണ്ട, രാവിലെ പോകാം അല്ലേ ഹൈദരേ? രാവിലെ പോകാം ഇത്ര രാത്രിയല്ലേ? കരയണ്ടെന്നേ. ഇപ്പൊ എന്തൊക്കെ വിഷമങ്ങളാണ് നമ്മൾ കാണുന്നത്, എത്രയൊക്കെ വേദനകളാണ് കാണുന്നത്. രാത്രി വേണ്ടെന്നേ. രാത്രി എത്ര സമയം? എന്താ സംഭവം എന്ന് വെച്ചാല് ഞാൻ മിംസിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി. ഞങ്ങൾ യൂത്ത് കെയറിന്റെ ഡ്യൂട്ടി ഓരോ മോർച്ചറിയിൽ അതുപോലെ മിംസിൽ എല്ലാ ഏരിയകളിലും ഞങ്ങൾക്ക് കുറച്ച് ആളുകളെ വെച്ച് ഡ്യൂട്ടി വന്നിരുന്നു. അപ്പോഴാണ് ഹൈദരാലീൻ്റെ അടുത്ത് ഞങ്ങൾ എത്തുന്നത്. ഹൈദരാലീനെ ആ സമയത്താണ് ഹൈദരാലീനെ കാണുകയും ഈ വിഷമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് 490 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടിച്ചിട്ടാണ് 490 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് വന്നത്. ഇവർ വരുമ്പോൾ 4 ആളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ 2 ആളുള്ള 2 ആൾ പോയി. കാരണം എല്ലാവരും കൂടെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ ഹൈദരാലി അവൻ്റെ സ്വയം ഇഷ്ടപ്രകാരം അവരോട് പോകാൻ വേണ്ടി പറഞ്ഞത്. ഹൈദരാലി ഇപ്പോൾ ഇവിടുന്ന് പോകാൻ തയ്യാറല്ല. പക്ഷെ ഞങ്ങളിപ്പോൾ രാഷ്ട്രീയം ഏതാണ് അല്ലെങ്കിൽ പ്രസ്ഥാനം എന്നുള്ളത് ഇവരൊക്കെ മാതൃകയാണ്. ഇത്തരം അല്ലാതെ ഒരു രാഷ്ട്രീയം എന്നുള്ള എന്തായാലും രാത്രി ഏതായാലും വിടണ്ട. രാത്രി മഴയൊക്കെ